21/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദേവത ആകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ബ്രാഹ്മണൻ തീർച്ചയായും ആകേണ്ടതുണ്ട്. ബ്രഹ്മമുഖ സന്താനങ്ങൾ തന്നെയാണ് സത്യമായ ബ്രാഹ്മണർ. അവർ രാജയോഗത്തിൻ്റെ പഠനത്തിലൂടെ ദേവതയാകുന്നു. ചോദ്യം: മറ്റെല്ലാ സത്സംഗങ്ങളിൽ നിന്നും നിങ്ങളുടെ ഈ സത്സംഗം ഏത് കാര്യത്തിലാണ് അനുപമം ആയിരിക്കുന്നത്? ഉത്തരം: മറ്റ് സത്സംഗങ്ങളിൽ യാതൊരു എയിം ഒബ്ജക്റ്റും ഉണ്ടായിരിക്കുന്നില്ല. കൂടുതൽ ധനസമ്പത്തുകളും മറ്റുമെല്ലാം പാഴാക്കി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സത്സംഗത്തിൽ നിങ്ങൾ അലയുന്നില്ല. ഇത് സത്സംഗത്തോടൊപ്പം സ്കൂളുമാണ്. സ്കൂളിൽ പഠിക്കേണ്ടതുണ്ട്, അലയേണ്ടതില്ല. പഠനം എന്നാൽ സമ്പാദ്യം എന്നാണ്. എത്രത്തോളം നിങ്ങൾ പഠിച്ച് ധാരണ ചെയ്യിക്കുന്നുവോ അത്രയും സമ്പാദ്യമാണ്. ഈ സത്സംഗത്തിൽ വരിക എന്നാൽ നേട്ടം തന്നെ നേട്ടമാണ്. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മീയ കുട്ടികൾ തന്നെയാണ് ഈ കാതുകളിലൂടെ കേൾക്കുന്നത്. പരിധിയില്ലാത്ത ബാബ കുട്ടികളോട് പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഇത് അടിക്കടി കേൾക്കുന്നതിലൂടെ ബുദ്ധി അലഞ്ഞു തിരിയുന്നതിൽ നിന്നും സമാപ്തമായി സ്ഥിരമാകും. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയിരിക്കും. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, ഇവിടെ നമ്മൾ ദേവതയാകുവാൻ വന്നിരിക്കുന്നു. നമ്മൾ അഡോപ്റ്റഡ് കുട്ടികളാണ്. നമ്മൾ ബ്രാഹ്മണർ പഠിക്കുകയാണ്. എന്തു പഠിക്കുന്നു? ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകുന്നു. ഏതെങ്കിലും കുട്ടികൾ കോളേജിൽ പോകുമ്പോൾ മനസ്സിലാക്കും, നമ്മൾ ഇപ്പോൾ പഠിച്ച് എഞ്ചിനീയറും ഡോക്ടറും മറ്റും ആകുമെന്ന്. ഇരിക്കുമ്പോൾ തന്നെ ഉടൻ മനസ്സിലാക്കും. ബ്രഹ്മാവിൻ്റെ കുട്ടികളായി നിങ്ങളും ബ്രാഹ്മണരാകുന്നു. അപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ ബ്രാഹ്മണർ തന്നെ ദേവതയാകും. മനുഷ്യനിൽ നിന്നും ദേവത എന്നത് പാടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആരാണ് ആകുന്നത്? എല്ലാ ഹിന്ദുക്കളും ദേവതയാകുന്നില്ല. വാസ്തവത്തിൽ ഹിന്ദു എന്നത് ഒരു ധർമ്മമല്ല. ആദി സനാതനം ഹിന്ദു ധർമ്മമല്ല. ആരോടും ചോദിക്കൂ, ഹിന്ദു ധർമ്മം ആരാണ് സ്ഥാപിച്ചത്? അപ്പോൾ കുഴങ്ങിപ്പോകും. ഈ പേര് അജ്ഞാനം കാരണം വെച്ചിരിക്കുകയാണ്. ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ സ്വയം ഹിന്ദു എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇതിൻ്റെ പേര് ഭാരതം എന്നാണ്, ഹിന്ദുസ്ഥാൻ എന്നല്ല. ഭാരതഖണ്ഡം എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാൻ ഖണ്ഡം എന്നല്ല, ഭാരതം തന്നെയാണ്. ഇത് ഏതൊരു ഖണ്ഡമാണ് എന്നത് അവർക്ക് അറിയുകയുമില്ല. അപവിത്രമായത് കാരണം സ്വയം ദേവതയായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ദേവീ ദേവതമാർ പവിത്രമായിരുന്നു. ഇപ്പോൾ ആ ധർമ്മമേയില്ല. മറ്റെല്ലാ ധർമ്മങ്ങളും തുടർന്നു വരുന്നു. ബുദ്ധൻ്റെ ബൗദ്ധധർമ്മം, ഇബ്രാഹിമിൻ്റെ ഇസ്ലാം, ക്രൈസ്റ്റിൻ്റെ ക്രിസ്ത്യൻസ്. ബാക്കി ഹിന്ദു ധർമ്മത്തിൻ്റെ ഒന്നുമില്ല. ഈ ഹിന്ദുസ്ഥാൻ എന്ന പേര് ഫോറിനേഴ്സ് വെച്ചതാണ്. പതീതം ആയത് കാരണം സ്വയം തങ്ങളെ ദേവതാധർമ്മത്തിലേതായി മനസ്സിലാക്കുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആദി സനാതനം ദേവീ ദേവതാധർമ്മമാണ്. പുരാതനത്തിലും പുരാതനമാണ്. തുടക്കത്തിലെ ധർമ്മം ഏതാണ്? ദേവീ ദേവത. ഹിന്ദു എന്ന് പറയില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മാവിൻ്റെ അഡോപ്റ്റഡ് കുട്ടികൾ ബ്രാഹ്മണർ ആയിരിക്കുന്നു. ബ്രാഹ്മണനിൽ നിന്നും ദേവത ആകുന്നതിനു വേണ്ടി പഠിക്കുന്നു. ഹിന്ദുവിൽ നിന്നും ദേവത ആകുന്നതിനു വേണ്ടി പഠിക്കുന്നു എന്നല്ല, ബ്രാഹ്മണനിൽ നിന്നുമാണ് ദേവതയാകുന്നത്. ഇത് നല്ല രീതിയിൽ ധാരണ ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, അനേകം ധർമ്മമുണ്ട്, ആഡായിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം എവിടെയെങ്കിലും പ്രഭാഷണവും മറ്റും നടത്തുന്നു, അപ്പോൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കലിയുഗമാണ്. എല്ലാ ധർമ്മങ്ങളും ഇപ്പോൾ തമോ പ്രധാനമാണ്. ചിത്രം ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്നയാളാണ്, ഇതാണ് എന്ന ഗർവ് ഇല്ലാതാകും. നമ്മൾ തമോ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കും. ആദ്യം ബാബയുടെ പരിചയം നൽകിയ ശേഷം കാണിച്ചു കൊടുക്കണം, ഈ പഴയ ലോകം മാറേണ്ടതുണ്ട്.
ദിനം പ്രതിദിനം ചിത്രവും ശോഭനീയമായിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ സ്കൂളിൽ മാപ്പ് കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും, നിങ്ങളുടെ ബുദ്ധിയിൽ പിന്നെ ഇത് ഉണ്ടായിരിക്കണം. നമ്പർ 1 മാപ്പ് ഇതാണ്. മുകളിൽ ത്രിമൂർത്തിയുമുണ്ട്, 2 ഗോളവുമുണ്ട്, സത്യയുഗവും കലിയുഗവും. ഇപ്പോൾ നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഈ പഴയ ലോകം വിനാശം പ്രാപിക്കും. ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ്, ഹിന്ദു ധർമ്മത്തിലേതല്ല. സന്യാസിമാർ വസിക്കുന്ന സ്ഥാനമായ ബ്രഹ്മത്തെ ഈശ്വരനായി മനസ്സിലാക്കി. ഹിന്ദുസ്ഥാനിൽ വസിക്കുന്നവർ ഹിന്ദു ധർമ്മം എന്ന് മനസ്സിലാക്കിയതുപോലെ അവരുടേതും വ്യത്യാസമുണ്ട്, നിങ്ങളുടേതും വ്യത്യാസമുണ്ട്. ദേവി ദേവത എന്ന നാമം വളരെ ഉയർന്നതാണ്. ഇവർ ദേവതയെ പോലെയാണ് എന്ന് പറയാറുണ്ട്. ആരിൽ നല്ല ഗുണമുണ്ടായിരിക്കുമോ അപ്പോൾ ഇവരിൽ ദേവതാ ഗുണമുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഈ രാധാകൃഷ്ണൻ തന്നെയാണ് സ്വയംവരത്തിനു ശേഷം ലക്ഷ്മി നാരായണൻ ആകുന്നത്. അതിനെ വിഷ്ണു എന്ന് പറയുന്നു. എല്ലാവരുടെയും ചിത്രങ്ങളുണ്ട്, പക്ഷേ ആരും അറിയുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. വായിൽ ഭഗവാൻ എന്ന് വരാത്ത ഒരു മനുഷ്യനും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഭഗവാനെ പറയുന്നത് നിരാകാരൻ എന്നാണ്. നിരാകാരൻ എന്നതിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സർവ്വതും അറിയുന്നു. കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയായി മാറുന്നു. ഈ നോളജ് ഭാരതവാസികൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്, മറ്റു ധർമ്മത്തിലുള്ളവർക്ക് വേണ്ടിയല്ല. പിന്നെ ഇത്രയും അഭിവൃദ്ധി എങ്ങനെ നടക്കുന്നുവെന്നും മറ്റു ഖണ്ഡങ്ങൾ എങ്ങനെ വന്നുകൊണ്ടിരുന്നുവെന്നും എന്നതും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. അവിടെയാണെങ്കിൽ ഭാരതഖണ്ഡമല്ലാതെ മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ആ ഒരു ധർമ്മമില്ല, ബാക്കിയെല്ലാം നിൽക്കുകയാണ്. ബാനിയൻ ട്രീയുടെ ഉദാഹരണം ആക്യുറേറ്റ് ആണ്. ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ ഫൗണ്ടേഷനേ ഇല്ല, ബാക്കി മുഴുവൻ വൃക്ഷവും നിൽക്കുകയാണ്. അപ്പോൾ പറയും ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നു, ഹിന്ദു ധർമ്മമല്ല. നിങ്ങളിപ്പോൾ ബ്രാഹ്മണർ ആയിരിക്കുകയാണ് ദേവത ആകുന്നതിനു വേണ്ടി. ആദ്യം ബ്രാഹ്മണൻ തീർച്ചയായും ആകേണ്ടി വരും. ശൂദ്രവർണവും ബ്രാഹ്മണവർണവും എന്ന് പറയാറുണ്ട്. ശൂദ്ര ഡിനൈസ്റ്റി എന്ന് പറയില്ല. രാജാക്കന്മാരും റാണിമാരുമുണ്ട്. ആദ്യം ദേവീ ദേവതയായ മഹാരാജാവും മഹാറാണിയും ഉണ്ടായിരുന്നു. ഇവിടെ ഹിന്ദുവായ മഹാരാജാവും മഹാറാണിയുമാണ്. ഭാരതം ഒന്നു തന്നെയാണ്. പിന്നെ അതെങ്ങനെയാണ് വേറെ വേറെ ആയത്? അവരുടെ പേരും അടയാളവും തന്നെ അപ്രത്യക്ഷമാക്കി. ചിത്രങ്ങൾ മാത്രമുണ്ട്. നമ്പർ 1 ആണ് സൂര്യവംശി. ഇപ്പോൾ നിങ്ങൾ സൂര്യവംശി ആകുന്നതിനായി വന്നിരിക്കുന്നു. ഇത് രാജയോഗമാണല്ലോ. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട് നമ്മൾ ഈ ലക്ഷ്മി നാരായണനാകും. ഹൃദയത്തിൽ സന്തോഷം നിലനിൽക്കുന്നു. ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാരാജാവും മഹാറാണിയും ആകുന്നതിനു വേണ്ടി. സത്യനാരായണന്റെ സത്യസത്യമായ കഥ ഇതാണ്. മുൻപ് ജന്മജന്മാന്തരങ്ങളിൽ നിങ്ങൾ സത്യനാരായണന്റെ കഥ കേൾക്കുന്നു. എന്നാൽ അത് സത്യമായ കഥകളൊന്നുമല്ല. ഭക്തിമാർഗത്തിൽ ഒരിക്കലും മനുഷ്യനിൽ നിന്നും ദേവതയാകാൻ സാധിക്കില്ല. മുക്തിയും ജീവൻ മുക്തിയും നേടാൻ സാധിക്കില്ല. എല്ലാ മനുഷ്യരും മുക്തിയും ജീവൻ മുക്തിയും തീർച്ചയായും നേടുന്നു. ഇപ്പോൾ എല്ലാവരും ബന്ധനത്തിലാണ്. മുകളിൽ നിന്നും ആത്മാവ് ഇന്ന് വന്നാൽ പോലും ജീവൻ മുക്തിയിലാണ് വരിക. ജീവൻ ബന്ധനത്തിലല്ല. പകുതി സമയം ജീവൻ മുക്തിയിലേക്കും പകുതി സമയം ജീവൻ ബന്ധനത്തിലേക്കും പോകും. ഈ കളി ഉണ്ടാക്കപ്പെട്ടതാണ്. ഈ പരിധിയില്ലാത്ത കളിയിലെ ആക്ടേഴ്സാണ് നമ്മൾ ഏവരും. ഇവിടെ പാർട്ട് അഭിനയിക്കാൻ വരുന്നു. നമ്മൾ ആത്മാക്കൾ ഇവിടെ നിവസിക്കുന്നവരല്ല. എങ്ങനെയാണ് വരുന്നത്? ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. പല ആത്മാക്കളും ഇവിടെ തന്നെ പുനർജന്മം എടുത്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെയും മുഴുവൻ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബുദ്ധിയിലുണ്ട്.
പരിധിയില്ലാത്ത ബാബ മുകളിലിരുന്ന് എന്തു ചെയ്യുന്നു? ഒന്നും അറിയുന്നില്ല. അതിനാൽ അവരെ തുച്ഛബുദ്ധി എന്ന് പറയുന്നു. നിങ്ങളും തുച്ഛബുദ്ധിയായിരുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ രചയിതാവിൻ്റെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും രഹസ്യം മനസ്സിലാക്കിച്ചു തന്നു. ദരിദ്രവും സാധാരണവുമായ നിങ്ങൾ എല്ലാം അറിയുന്നു. നിങ്ങൾ സ്വച്ഛബുദ്ധിയാണ്. സ്വച്ഛം എന്ന് പവിത്രമായതിനെയാണ് പറയുന്നത്. തുച്ഛബുദ്ധി അപവിത്രമാണ്. നിങ്ങളിപ്പോൾ നോക്കൂ, എന്തായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലും പഠനത്തിലൂടെ ഉയർന്ന പദവി നേടാൻ സാധിക്കും. നിങ്ങളുടെ പഠനം ഉയർന്നതിലും ഉയർന്നതാണ്. അതിലൂടെ നിങ്ങൾ രാജപദം നേടുന്നു. അവരാണെങ്കിൽ ദാനപുണ്യം ചെയ്യുന്നതിലൂടെ രാജാവിൻ്റെ അടുക്കൽ ജന്മമെടുക്കുന്നു, പിന്നെ രാജാവാകുന്നു. എന്നാൽ നിങ്ങൾ ഈ പഠനത്തിലൂടെ രാജാവാകുന്നു. ബാബ തന്നെയാണ് പറയുന്നത്, ഞാൻ കുട്ടികളായ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. ബാബയ്ക്കല്ലാതെ രാജയോഗം മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് നിങ്ങളെ രാജയോഗത്തിൻ്റെ പഠനം പഠിപ്പിക്കുന്നത്. നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കുന്നു. ബാബ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ പതീതത്തിൽ നിന്നും പാവനമായി മാറൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നിരാകാരനായ പിതാവിനെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ പവിത്രമായി മാറും. ചക്രത്തെ അറിയുന്നതിലൂടെ ചക്രവർത്തി രാജാവ് സത്യയുഗത്തിൽ ആകും. ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ഇപ്പോൾ ദേവതാധർമ്മത്തിൻ്റെ ആരും തന്നെയില്ല. എല്ലാവരും മറ്റ് ധർമ്മങ്ങളിലേക്ക് കൺവേർട്ടായി പോയി. നിങ്ങൾ ആർക്ക് തന്നെ മനസ്സിലാക്കിച്ചു കൊടുത്താലും ആദ്യം ബാബയുടെ പരിചയം നൽകൂ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. മറ്റ് ധർമ്മങ്ങളിലേക്ക് എത്ര പേരാണ് പോയത്? ബൗദ്ധരും മുസൽമാനും മറ്റും അനേകം ആയി കഴിഞ്ഞു. വാളിൻ്റെ ബലം കൊണ്ടും മുസൽമാനായി മാറി, അതായത് നിർബന്ധിതരായി മാറി. ധാരാളം പേർ ബൗദ്ധരുമായി. ഒരു തവണ സ്പീച്ച് ചെയ്തു, ആയിരക്കണക്കിന് പേർ ബൗദ്ധരായി മാറി. ക്രിസ്ത്യൻസും ഇങ്ങനെ വന്ന് സ്പീച്ച് നടത്തുന്നു. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഈ സമയത്ത് അവരുടേതാണ്. അതിനാൽ ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ സൃഷ്ടിചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. സ്വദർശന ചക്രം വിഷ്ണുവിന് കാണിക്കുന്നു. വിഷ്ണുവിന് എന്തുകൊണ്ട് നൽകിയിരിക്കുന്നു എന്ന് മനുഷ്യർ അറിയുന്നില്ല. സ്വദർശന ചക്രധാരി എന്ന് കൃഷ്ണനെയോ നാരായണനെയോ പറയുന്നു. അവർ തമ്മിൽ എന്ത് കണക്ഷനാണ് എന്നതും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് മൂന്നും ഒന്നാണ്. വാസ്തവത്തിൽ ഈ സ്വദർശന ചക്രം ബ്രാഹ്മണരായ നിങ്ങൾക്കുള്ളതാണ്. സ്വദർശന ചക്രധാരി ജ്ഞാനത്തിലൂടെയാണ് ആകുന്നത്. അല്ലാതെ സ്വദർശന ചക്രം കൊല്ലാനോ മുറിക്കാനോ ഉള്ളതല്ല. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. എത്രത്തോളം നിങ്ങളുടെ ഈ ജ്ഞാനത്തിൻ്റെ ചക്രം തിരിക്കുമോ അത്രയും നിങ്ങളുടെ പാപം ഭസ്മമാകും. അല്ലാതെ ശിരസ് മുറിക്കുന്ന കാര്യമൊന്നുമില്ല. ചക്രം ഹിംസയുടേതൊന്നുമല്ല. ഈ ചക്രം നിങ്ങളെ അഹിംസകരാക്കുന്നു. എവിടെയുള്ള കാര്യങ്ങൾ എവിടേക്ക് കൊണ്ടുപോയി? ബാബയ്ക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കിക്കാൻ സാധിക്കില്ല. മധുരമായ കുട്ടികളായ നിങ്ങൾക്ക് അളവറ്റ സന്തോഷമുണ്ടാകുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കളാണ്. മുൻപ് നിങ്ങൾ സ്വയം ആത്മാവാണ് എന്നതും മറന്നുപോയി, വീടിനെയും മറന്നുപോയി. ആത്മാവിനെ ഏതായാലും ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. പരമാത്മാവിനെ കല്ലിലും മൺകട്ടയിലും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ആത്മാക്കളുടെ പിതാവിൻ്റെ എത്ര ഗ്ലാനി ചെയ്തിരിക്കുകയാണ്. ബാബ പിന്നെ വന്ന് ആത്മാക്കൾക്ക് ജ്ഞാനം നൽകുന്നു. ആത്മാവിനെക്കുറിച്ച് ഒരിക്കലും കല്ലിലും മൺകട്ടയിലും കണങ്ങളിലുമുണ്ട് എന്ന് പറയില്ല. മൃഗങ്ങളുടെ കാര്യം തന്നെ വേറെയാണ്. പഠനവും മറ്റും മനുഷ്യരുടേത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും ജന്മം ഇന്നതെല്ലാമായി 84 ജന്മം പൂർത്തിയാക്കി. പിന്നെ 84 ലക്ഷം ജന്മമൊന്നുമില്ല. മനുഷ്യർ എത്ര അജ്ഞാന അന്ധകാരത്തിലാണ്. അതിനാൽ ജ്ഞാന സൂര്യൻ പ്രകടമായതിനെക്കുറിച്ച് പറയുന്നു.
പകുതി കൽപ്പം ദ്വാപര കലിയുഗത്തിൽ അന്ധകാരമാണ്, പകുതി കൽപ്പം സത്യത്രേതായുഗങ്ങളിൽ പ്രകാശമാണ്. പകലിൻ്റെയും രാത്രിയുടെയും പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ജ്ഞാനമാണ് ഇത്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പകുതി കൽപ്പം അന്ധകാരത്തിൽ എത്ര കാൽ തട്ടി വീണു, വളരെയധികം അലഞ്ഞു തിരിയുന്നു. സ്കൂളിൽ ആര് പഠിക്കുന്നുവോ അവരെ അലഞ്ഞു തിരിയുന്നതായി പറയുന്നില്ല. സത്സംഗങ്ങളിൽ മനുഷ്യർ എത്ര അലഞ്ഞു തിരിയുന്നു. വരുമാനമൊന്നും ഉണ്ടാകുന്നില്ല, കൂടുതൽ നഷ്ടമാണ്. അതിനാൽ അതിനെ അലഞ്ഞു തിരിയൽ എന്ന് പറയുന്നു. അലഞ്ഞലഞ്ഞ് ധനസമ്പത്തുകളും മറ്റുമെല്ലാം പാഴാക്കി ദരിദ്രമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പഠനത്തിലൂടെ ആര് എത്രത്തോളം നല്ല രീതിയിൽ ധാരണ ചെയ്യുകയും ചെയ്യിക്കുകയും ചെയ്യുമോ അപ്പോൾ നേട്ടം തന്നെ നേട്ടമാണ്. ബ്രാഹ്മണനായി മാറിയെങ്കിൽ നേട്ടം തന്നെ നേട്ടമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ തന്നെയാണ് സ്വർഗവാസിയാകുന്നത്. എല്ലാവരും സ്വർഗവാസിയാകും. എന്നാൽ നിങ്ങൾ അതിൽ ഉയർന്ന പദവി നേടുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. നിങ്ങൾ സ്വയം പറയുന്നു, ബാബ നമ്മളെ വാനപ്രസ്ഥത്തിലേക്ക് അഥവാ പവിത്ര ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. അത് ആത്മാക്കളുടെ ലോകമാണ്. നിരാകാരി ലോകം എത്ര ചെറുതാണ്. അവിടെയാണെങ്കിൽ ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി എത്ര വലിയ ഭൂമിയുണ്ട്. മറ്റവിടെ ഈ കാര്യമില്ല, ശരീരമില്ല, പാർട്ടില്ല. സ്റ്റാറിനെ പോലെ ആത്മാക്കൾ നിൽക്കുന്നു. ഇത് പ്രകൃതിയാ ഉള്ള ശക്തിയാണല്ലോ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എങ്ങനെ നിൽക്കുകയാണ്? ആത്മാക്കളും ബ്രഹ്മതത്വത്തിൽ തൻ്റെ ആധാരത്തിൽ നാച്ചുറലായി നിൽക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനം സ്മരിച്ച് സ്വദർശന ചക്രധാരിയാകണം. സ്വദർശന ചക്രം തിരിച്ച് പാപങ്ങൾ ഇല്ലാതാക്കണം. ഡബിൾ അഹിംസകരാകണം. തൻ്റെ ബുദ്ധിയെ സ്വച്ഛവും പവിത്രവുമാക്കി രാജയോഗത്തിൻ്റെ പഠനം പഠിക്കണം. ഉയർന്ന പദവി നേടണം. ഹൃദയത്തിൽ സദാ ഈ സന്തോഷമുണ്ടായിരിക്കട്ടെ. നമ്മൾ സത്യനാരായണൻ്റെ സത്യസത്യമായ കഥ കേട്ട് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും ഓർഡർ അനുസരിച്ച് വിധിപൂർവം കാര്യത്തിൽ വിനിയോഗിക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. നിരന്തര യോഗി, അതായത് സ്വരാജ്യ അധികാരിയാകുന്നതിൻ്റെ വിശേഷ സാധനമാണ് മനസ്സും ബുദ്ധിയും. മന്ത്രം തന്നെ മന്മനാഭവയുടേതാണ്. യോഗത്തെ ബുദ്ധിയോഗം എന്നാണ് പറയുന്നത്. അഥവാ ഈ വിശേഷ ആധാര സ്തംഭം തൻ്റെ അധികാരത്തിലാണെങ്കിൽ, അതായത് ഓർഡർ അനുസരിച്ച് വിധിപൂർവം കാര്യം ചെയ്യുന്നുവെങ്കിൽ, എന്ത് സങ്കല്പം എപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതേപോലെ സങ്കല്പിക്കാൻ സാധിക്കണം. എവിടെ ബുദ്ധി വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ വിനിയോഗിക്കാൻ സാധിക്കണം. ബുദ്ധി രാജാവായ താങ്കളെ അലയിക്കരുത്. വിധിപൂർവം കാര്യം ചെയ്യണം. അപ്പോൾ നിരന്തര യോഗി എന്ന് പറയും. സ്ലോഗൻ: മാസ്റ്റർ വിശ്വ ശിക്ഷകനാകൂ, സമയത്തെ ശിക്ഷകൻ ആക്കാതിരിക്കൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ദിവ്യ നേത്രത്തിലൂടെ ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തെ കാണുന്നു. മസ്തക മധ്യത്തിൽ തിളങ്ങുന്ന ആത്മജ്യോതിയിൽ എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. ആത്മബോധത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സാകാര സ്വരൂപത്തിൽ നിന്നും ആകാരി രൂപം
ഞാൻ ധാരണ ചെയ്യുന്നു. ഞാൻ ആത്മാവ് സൂക്ഷ്മ പ്രകാശ ശരീരധാരിയായി മാറുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. ഈ ഫരിഷ്ത സ്ഥിതിയിൽ ഞാൻ ഫരിസ്തകളുടെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ അവ്യക്ത ലോകത്തിൽ ബാപ്ദാദയുടെ മുന്നിലാണ് ഞാൻ. ബാപ്ദാദയുടെ ദിവ്യവും അലൗകികവുമായ വരദാനി ദൃഷ്ടി ആത്മാവായ എന്നിൽ പതിക്കുന്നു. സദാ വിജയീ രത്നമായി ഭവിക്കട്ടെ എന്ന വരദാനം ബാപ്ദാദ എനിക്ക് നൽകുന്നു. ഈ വരദാനം സ്വീകരിച്ച് ഞാൻ എൻ്റെ നിരാകാര രൂപം ധാരണ ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശമയമായ ബ്രഹ്മലോകത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ബ്രഹ്മലോകത്തിൽ ശിവബാബയുടെ മംഗളകാരി സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും പ്രകാശകിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ സ്നേഹവും ശക്തിയും ഞാൻ എൻ്റെ ദിവ്യ ബുദ്ധിയിൽ ധാരണ ചെയ്യുന്നു. ഈ സമ്പന്നമായ സ്ഥിതിയിൽ നിന്നും ഞാൻ വീണ്ടും എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ ഫരിസ്തകളുടെ ലോകത്തിലേക്ക് വരുന്നു.
ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൽ ഞാൻ സാകാര ദേഹത്തിലേക്ക് അവതരിക്കുന്നു.